ജോബി, പൂന നാഷണൽ മീറ്റ് നടന്നപ്പോൾ കാർ ഓടിച്ചു പോകേണ്ടതായ ഒരു അനുഭവം അതുകൂടി നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ 1992 മുതൽ സ്പോർട്സ് കൗൺസിൽ കയറി ഇറങ്ങുകയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടല്ല, വൈകല്യമുള്ള ആളുകൾക്ക് സ്പോർട്സ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്രൊവിഷൻ ഉണ്ടാവണം. ഒറീസ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് അവിടെ പോകാനിടയ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു മാസം മുമ്പേ റെയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് സിസ്റ്റത്തിലൂടെയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ടിക്കറ്റൊന്നും അവൈലബിൾ അല്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എമർജൻസി കോട്ടയിൽ, കായിക താരങ്ങൾക്കുള്ള കോട്ടയിൽ ഞങ്ങൾക്ക് തരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അതോറിറ്റീസ് പറഞ്ഞത് ഇത് വൈകല്യമുള്ള കായിക താരങ്ങൾക്ക് അങ്ങനെ പ്രൊവിഷൻ ഇല്ല, അല്ലാതെയുള്ള കായിക താരങ്ങൾക്കാണ് അങ്ങനെ പോകാനായിട്ടുള്ള പ്രൊവിഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ ചോദിച്ചു, രാജ്യം ഞങ്ങളെ അങ്ങനെ വേർതിരിച്ച് കാണുന്നില്ലല്ലോ, വൈകല്യമുള്ള കായിക താരം, വൈകല്യം ഇല്ലാത്ത കായിക താരം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്, ഞങ്ങളെ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് 48 മണിക്കൂറിനകം ഒറീസയിലെ അങ്കുൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പോകും. നാഷണൽ ചാമ്പ്യൻഷിപ്പ് പോയാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എൻട്രി നശിക്കും. അപ്പോൾ എൻ്റെ കൂടെ നീരജ് ബേബി ജോർജ്, അതേപോലെ തന്നെ ബൈജു CS, ബിനോയ്, ഇങ്ങനെ 3 ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ നോക്കിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കൊരു വണ്ടിയുണ്ട്, ഒരു സാൻഡ്രോ കാറാണ്, ഞാനത് ഓടിക്കാം, എന്താണേലും അവിടെ എന്താണേലും ഇതിനു മുമ്പേ എത്തിക്കാമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. 9:30 ട്രെയിൻ പോയി, എല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കിറ്റും ഒക്കെ ആയിട്ട്. 12 മണിയായപ്പോൾ ഞാൻ അവിടുന്ന് ഓടിച്ചു തുടങ്ങി. 2400 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. 42 മണിക്കൂർ കൊണ്ട് ഞാൻ ഒറീസയിൽ അങ്കുൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കളിച്ചു, കേരളത്തിന് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ നേടി ഞങ്ങൾ 3 പേരും തിരിച്ചു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗതികേടാണ്, ഒരു സ്പോർട്സ് പേഴ്സൻ്റെ ഗതികേടാണത്. ജോബിയുടെ വിൽ പവർ, ദൈവാധീനം, മാധ്യമങ്ങളുടെയും കായിക പ്രേമികളുടെയും സപ്പോർട്ട്, അതിനെക്കുറിച്ച് കൂടി. മനുഷ്യരെ തമ്മിൽ എന്തിനാണ് പാർട്ടീഷൻ ചെയ്യുന്നത്? രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 66 വർഷം പിന്നിടുന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും ഈ വിവേചനം ഒഴിവാക്കി എത്രയും വേഗത്തിൽ തന്നെ നിയമം നിർമ്മിച്ച്, പ്രത്യേകിച്ചും സ്പോർട്സിൽ കാലാകാവുന്നവരുടെ ആയാലും സ്പോർട്സിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. എല്ലാ കോമ്പറ്റീഷന് പോകുമ്പോഴും നമ്മുടെ സ്കൂളിലെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, ഒരു നാഷണലിന് പോകുമ്പോൾ നമ്മുടെ പിള്ളേർ ബാത്റൂമിൻ്റെ സൈഡിലിരുന്ന് പോകുന്നു, ആസാം വരെ പോകുന്നു. അത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ, നമ്മുടെ ഗവൺമെൻറ് ഇതിനു മുമ്പേ അതിനുവേണ്ടി ആദ്യം ഇവർക്ക് വേണ്ടി ഒരു ബുക്കിംഗ് ചെയ്യാനോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിസർവേഷൻ ചെയ്ത് വെക്കാനുള്ള സാഹചര്യം. നേരത്തെ ഒരു സ്പോർട്സിൻ്റെ നേരത്തെ കൊടുക്കുന്ന സപ്പോർട്ടിലും കൂടുതൽ ഇന്ന് ഞങ്ങൾക്ക് സ്പോർട്സിന് നല്ലൊരു പിന്തുണ തന്നെയാണ് നമ്മുടെ സ്പോർട്സ് കൗൺസിലിൽ നിന്നാണെങ്കിൽ നമ്മുടെ കേരളം മുഴുവൻ ഞങ്ങൾക്ക് നൽകുന്നത്. ഒരു മുൻ വോളിബോൾ ക്യാപ്റ്റൻ്റെ പേര് വെട്ടിയത് ഒരു മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ഒരു മുൻ ഹോക്കി ക്യാപ്റ്റനും കൂടിയാണ്. അപ്പോൾ മറ്റ് കായിക ലോകത്തുള്ളവരും ചിന്തിക്കുന്നത് ആ രീതിയിലാണോ? അല്ല, എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലിയെ കൺസിഡർ ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞതുപോലെ രവിശാസ്ത്രി ഒരു നിലപാടെടുത്തെങ്കിൽ അത് തെറ്റെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. നേരത്തെ ജോബി സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ഗെയിംസിനെയും പോപ്പുലറാക്കുകയും അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഹീറോസാണ്. ഒരു 83-ൽ കപിൽ ദേവ് ആയിരുന്നു, അതിനുശേഷം തെണ്ടുൽക്കർ ആയിരുന്നെങ്കിൽ ഈ വേൾഡ് കപ്പിന് ശേഷം വിരാട് കോഹ്ലി ആണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിനെ പോപ്പുലറാക്കുന്ന ആ ഹീറോസാണ്. അവർ അംഗീകരിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം കിട്ടിയാൽ ആ ഇനം ശ്രദ്ധിക്കപ്പെടുന്നു. ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ നാടായിരുന്ന ജമൈക്ക ഇപ്പോൾ അറിയപ്പെടുന്നത് ഉസൈൻ ബോൾട്ടിൻ്റെയും ഷെലിയാൻ ഫ്രേസറുടെയും പേരിൽ. അങ്ങനെ ഒരു മാറ്റം എന്തെങ്കിലും ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തോമസ് മാഷിനുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കേരളം വന്നിട്ട് അതിനകത്ത് പിക്കപ്പ് ചെയ്യുന്ന പിള്ളേരെ കൊണ്ട് വരുന്നുണ്ട്, മറ്റേതാണ് മുന്നോട്ട് വരുന്നില്ല. ടോം ജോസഫിന് അവാർഡ് 9ാം തവണയും അവഗണിക്കപ്പെടുമ്പോൾ മലയാളി താരങ്ങൾ ഒന്നടങ്കം തീരുമാനിക്കണമായിരുന്നു, മറ്റ് പുരസ്കാരങ്ങൾ ഞങ്ങളും വാങ്ങിക്കുകയില്ല, അത്തരൊരു നിലപാട് മലയാളി താരങ്ങൾ എടുക്കേണ്ടതായിരുന്നു. അതിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഒരു കായിക താരം, എല്ലാ കായിക താരങ്ങളും രേഖപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പണ്ട് കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ എന്നായിരുന്നു, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നാണ്. ഇപ്പോൾ ആ കോൺസെപ്റ്റ് ഒന്നും അല്ല, ഉറക്ക കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഈ ചർച്ച കൊണ്ടൊന്നും ക്രിക്കറ്റിന് ലഭിക്കുന്ന അനർഹമായ ആനുകൂല്യം കുറയാനോ മറ്റ് കായിക ഇനങ്ങളോടുള്ള അവഗണന അവസാനിക്കാനോ പോകുന്നില്ല. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക്, പൊതുജനങ്ങൾക്ക് മനസ്സിലാകും അവഗണനയുടെ ട്രാക്കിൽ നിന്ന് കായിക ലോകത്തെ പുറത്തു കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ പ്രതിജ്ഞാബദ്ധമല്ലാത്തതെന്ന്. ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.